ഹലോ ലോയ്റ്റ് വിഗേറ്റ്സ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു അല്പം ലെങ്ത് കൂടുതലായിരിക്കും. കാരണം ഇന്നലത്തെയും മിനിയാന്നത്തെയും കൂടെ വീഡിയോ ഒരുമിച്ചാണ് ഇടുന്നത്. കാരണം മിനിയാന്ന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു രണ്ട് വീഡിയോ കൂടെ ക്ലബ് ചെയ്തിട്ടാലോ. രാത്രിയായപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് എവിടെയും പോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. ഒന്നും നോക്കിയില്ല, അവരുടെ വണ്ടിയിലും കയറി. അവർ നേരെ കൊണ്ടുപോയി നിർത്തിയത് ലയാലി എന്ന് പറഞ്ഞ കോഫി ഷോപ്പിലാട്ടോ. അവിടെ ചെന്ന് പണ്ടത്തെ പോലെ തന്നെ കഥ പറഞ്ഞിരിക്കുക, അതിനിടെ കൂടെ ചീട്ട് കളിച്ച് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിരുന്നു. ഇതിന്റെ കൂടെ തന്നെ ലൈവായിട്ട് അവിടെ ടി വിയിൽ ഫുട്ബോൾ മാച്ച് നടക്കണ്ടായിരുന്നു കേട്ടോ. ഇവന്മാരൊക്കെ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചാട്ടോ. ഇവരെല്ലാവരും ഇപ്പൊ ഖത്തറിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ബിബിൻ പോകുന്ന കണ്ടാൽ നമ്മൾ വിചാരിക്കും നാട് വിട്ട് പോവാണെന്ന്. ഞങ്ങൾ അൽക്കോർ പോകാൻ പ്ലാൻ ചെയ്തേക്കുവാണ്. അവിടെയാണ് ചേച്ചിയും അളിയനും സ്റ്റേ ചെയ്യുന്നത്. മെട്രോ വഴിയാണ് പോയത്. ആദ്യം മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്റ്റോപ്പിലോട്ട് പോയി, അവിടെ നിന്ന് പിന്നെ വേറെ ഏതോ ലൈനിൽ പോയി. അങ്ങനെ അവസാനം ഞങ്ങൾ എത്തി ഖത്തർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ് ഞങ്ങൾ എത്തിയത്. സോ അവിടെ അളിയനും ചേച്ചിയും പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിബിനെ പെട്ടിയും പാട്ടൊക്കെ എടുത്ത് എങ്ങോട്ടാ? ഓക്കെ, 2 ദിവസം അൽക്കോർക്ക് ഇറങ്ങാന്നുള്ള എല്ലാ പ്ലാനും ഇട്ട് സെറ്റായി പോകുമ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. ഓ നോ, ഞാപ്പുവാണ് ഡ്രൈവർ ഗായ്സ്. എന്റെ എല്ലാ കണക്കൂട്ടലും തെറ്റിച്ചോണ്ട് ഞാപ്പു ഇതാ 120 പറക്കുകയാണ് ഗായ്സ്. ഞെട്ടിച്ചിരിക്കുന്നു ഞാപ്പു. പ്രൗഡ് ഓഫ് യു മൈ ഗായ്. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും ഞാപ്പു ആരാണെന്ന്. എന്റെ സ്വന്തം ചേച്ചിനെ ഞാൻ ഇട്ടേക്കണ ഇരട്ട പേരാണ് ഗായ്സ്, നാപ്പു. വീട്ടിൽ ചെന്ന് കയറി ഉടനെ തന്നെ ഗായ്സ് നല്ല ക്രിസ്പി ടെൻഡേഴ്സ്, ചിക്കൻ ക്രിസ്പി ടെൻഡേഴ്സ് ഇതാ ഞാപ്പു എയർ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെയാട്ടോ ഇവരും ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതും കഴിച്ചുകൊണ്ട് സിനിമയും കണ്ട് ഞങ്ങൾ അതാ കുറെ നേരം സ്പെൻഡ് ചെയ്തു. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഞങ്ങൾക്ക് പുറത്തു പോകാൻ മടിയായിരുന്നുണ്ട്, കാരണം പുറത്തുനിന്നാണല്ലോ കയറി വന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാൻ പാലസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുക ചെയ്തത്. ഇതിന്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്. ഹമൂസ്, മുത്താബൽ, ബാബ ഗനൂഷ് അങ്ങനെ പല ഡിപ്പുകളും ഉണ്ടായിരുന്നു. പിന്നെ കുറെ ബ്രെഡുകൾ ഉണ്ടായിരുന്നു, അതിന്റെയും പേര് എനിക്കറിയില്ല. പിന്നെ ബാർബിക്യൂ ചിക്കനും ഫ്രൈസും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. രാവിലെ എണീറ്റത് ഞാപ്പ് നല്ല കിഡിലൻ ചിക്കൻ മപ്പാസും ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിരിക്കുന്നത്. ചിക്കൻ മപ്പാസും അപ്പവും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. പണ്ട് വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. അപ്പം ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് പൂ പോലത്തെ അപ്പൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഞങ്ങൾ അടുക്കളയിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പേളിമാണിയുടെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ നല്ല സൂട് അപ്പൊക്കെ കഴിച്ച് ഒരു പടമൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അയ്യോ, അങ്ങനെ പടമൊക്കെ കണ്ടിരുന്നു. ഉച്ചയിൽ ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഉച്ചയ്ക്കാണെങ്കിൽ നല്ല ചുമന്ന കോട്ടയം സ്റ്റൈൽ മീൻകറിയും ചോറും കപ്പയും അച്ചാറും മോരുകറിയും തോരനും അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ഫുഡായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഉണ്ടാക്കിയ ആളുടെ വീഡിയോ ഷോർട്ടിന്റെ ലാസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞപ്പോൾ ഓടി അകത്ത് പോയി മേക്കപ്പ് ഒക്കെ ഇട്ടായിരുന്നു ഞാപ്പു. ഒന്ന് കാണിച്ചു തരാട്ടോ, നോക്കിയേ. ഊണിന് ശേഷം ഒരല്പം മധുരമൊക്കെ ആവാലോ. അങ്ങനെ ഫ്രിഡ്ജ് പോയി തുറന്നു കഴിഞ്ഞപ്പോൾ ഈ മിഠായി കിട്ടി. ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായില്ല, എന്നാലും കുഴപ്പമില്ല. ഉച്ചയായപ്പോൾ അളിയൻ ഇതാ ഒരു കെട്ട് മീനുമായിട്ട് വന്നേക്കുന്നു. ഗപ്പി പോലത്തെ എന്തോ മീനാണെന്നാണ് തോന്നുന്നത്. അളിയൻ്റെ ഒരു ഹോബി ആട്ടോ ഈ അക്വാ ടെറേറിയം എന്ന് പറഞ്ഞ സംഭവം. കറക്റ്റായിട്ടുള്ള ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ കൊടുത്ത് ചെടികളും പുല്ലുകളൊക്കെ വളർത്തുന്ന പരിപാടിയാണ് സംഭവം. അപ്പോൾ പുതിയതായിട്ട് മേടിച്ച മീനുകളെ ഞങ്ങൾ അങ്ങ് റിലീസ് ചെയ്തു. അവന്മാർ ഇച്ചിരി പേടിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. താഴത്തോട്ടൊന്നും ഇറങ്ങിയില്ല. അതിനകത്ത് തന്നെ വേറെ സ്നെയിൽസ്, ക്ലീനിങ്ങിനായിട്ടുള്ള സ്നെയിൽസും പിന്നെ ഏഞ്ചൽ ഫിഷും പിന്നെ ചെറിയ ചെറിയ പ്രോൺസ് ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. നിയോൺ ടെട്ര എന്ന് പറഞ്ഞ മീനും ഉണ്ടായിരുന്നു കേട്ടോ. തോക്ക് എന്നും ബിബിന്റെ ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് തന്നെ എവിടെ തോക്ക് കണ്ടാലും ബിബിൻ അതെടുത്ത് വെടിവെക്കും. പാതിരാത്രി ഞങ്ങൾ ബീച്ചിലോട്ട് പോവാണ് ഗായ്സ്. യെസ്, പാതിരയ്ക്ക് ഞങ്ങൾ ഒരു ബീച്ചിലോട്ട് പോവാണ്. അതൊരു ഫാമിലി ആൻഡ് ലേഡീസ് ബീച്ചാണ്. അവിടെ ചുമ്മാ കറങ്ങാന്ന് വിചാരിച്ചു പോയതാണ്. പക്ഷെ അവിടെ ഒന്നും അലൗഡ് അല്ല. എന്താ കുക്കിങ്ങോ അങ്ങനത്തെ ക്യാമ്പിങ്ങോ ഒന്നും അലൗഡ് അല്ലായിരുന്നു. രാത്രി 12 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ ആ ബീച്ച്. അതുകൊണ്ട് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. ആരും ഉണ്ടായിരുന്നില്ലേ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല വൈബായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ നടക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ലതായിരുന്നു. പിന്നെ കിഡ്സ് പ്ലേയിങ് ഏരിയയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം, ഫുഡ് അടി. ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ ചെന്ന് കയറിയത് ദാനത്തൽ ബഹാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ടാണ്. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഫിഷ് ആട്ടോ. നമ്മൾ ചെന്ന് കയറിയിട്ട് തന്നെ ഒരു പ്രൈസ് ചാർട്ട് കാണാം. അവിടെ പല ഫിഷിൻ്റെയും കിലോ റേറ്റ് കാണാം. ഇതുപോലെ ഐസിലിട്ട് മീൻ വെച്ചേക്കണം നമുക്ക് കാണാൻ പറ്റും. ഫ്രഷ് ആണ്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ കറക്റ്റായിട്ട് തന്നെ തൂക്കി അതിനെടുത്ത് ക്ലീൻ ആക്കി നമുക്ക് അത് തന്നെയാണ് ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്ന് തരുന്നത്. ഇനി ആംബിയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നോർമൽ റെസ്റ്റോറൻ്റ് ആണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ. പക്ഷെ അകത്തെത്തുമ്പോൾ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. എനിക്ക് ഇതിൻ്റെ അകത്തത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല ഇഷ്ടമായി. ഇവർക്ക് കുറേ ഔട്ട്ലെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഒടുക്കത്തെ തിരക്കാണ്. പക്ഷെ ഇന്ന് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഈ റെസ്റ്റോറന്റ് ഒരു സൂക്കിന്റെ ഭാഗമാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തോട്ട് കയറി നമുക്ക് നേരെ സൂക്കിലോട്ട് എൻട്രി ഉണ്ട്. കടകളൊക്കെ അടച്ചുപോയി, കാരണം രാത്രി ഇത്ര ടൈം ആയിരുന്നല്ലോ. മെയിൻ കോഴ്സ് സെർവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ആദ്യം തന്നെ സാലഡ് കൊണ്ട് വെക്കുമായിരുന്നു. ഇതൊരു സിമ്പിൾ സാലഡായിരുന്നു. ക്യൂക്കമ്പറും ക്യാരറ്റും ലെമണും മാത്രം ഉണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഐറ്റം തന്നെ ഒരു ഗ്രിൽഡ് പ്രോൺസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അതിൻ്റെ പുറത്ത് ലെമണൊക്കെ സ്ക്വീസ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ റൈസ് ഞങ്ങൾ എക്സ്ട്രാ ഓർഡർ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട്. സീബാസ് എന്ന് പറഞ്ഞ ഫിഷ് ആട്ടോ. അതിനകത്തത്തെ മുള്ളൊക്കെ കളഞ്ഞ് ഗ്രില്ല് ചെയ്ത് തന്നേക്കുന്നതാണ് സീബാസ്. നല്ല സോഫ്റ്റ് ആയിരുന്നു ആ മീറ്റ്. അടിപൊളി ടേസ്റ്റ്. അതിന്റെ കൂടെ തന്നെ കിട്ടിയ റെഡ് ഡിപ്പ് അടിപൊളിയായിരുന്നു. അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. വേറെ ഒരു വൈറ്റ് ഡിപ്പും കിട്ടിയിരുന്നു. അതൊരു യോഗട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സാധാരണ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാറ് പതിവ്. ഞങ്ങൾ നേരെ അടുത്തുള്ള ബൗളിംഗ് സെന്റർ
സെൻറ്ററിൽ പോയി. നല്ല കിഡിലൻ ആംബിയൻസ് ഉള്ള ഒരു ബൗളിംഗ് സെൻറ്റർ ആയിരുന്നു അൽക്കോർ ബൗളിംഗ് സെൻറ്റർ. അവിടെ ചെന്നു. ചേച്ചി കളിച്ചില്ല, ഞാനും അളിയനും സണ്ണി ആട്ടോ. വലിയ നാണക്കാരനായതുകൊണ്ട് അളിയനെ നാണപ്പൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. അതുകൊണ്ട് ആ ഇരട്ടപ്പേര് തന്നെ ആട്ടോ ഗെയിമിംഗ് നെയിമായിട്ട് ഞങ്ങൾ. തുടക്കത്തിലുള്ള ഈ ഷോ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതിന് ശേഷമുള്ള വീഡിയോസ് നിങ്ങൾ കാണണം, വളരെ പരിതാപകരമായിരുന്നു. 10 റൗണ്ടാണ് ഗൈസ് ബൗളിംഗ് ഉള്ളത്. ലാസ്റ്റ് ആകുമ്പോൾ ടോപ്പ് സ്കോർ അടിക്കുന്ന ആൾ ജയിച്ചു. പ്രത്യേകിച്ച് സമ്മാനമൊന്നുമില്ല, ഒരു മനസുഖം. അളിയൻ എന്തായാലും നല്ല രീതിയിൽ ബൗളിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞാനും അളിയനും തമ്മിലായിരുന്നു ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരുന്നത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗൈസ്, സണ്ണിയുടെ ആ മിന്നൽ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ബോൾ എറിഞ്ഞിട്ട് ഒരു പിന്നിൽ പോലും കൊള്ളിക്കാതെ ആ കുഴിയിലോട്ട് ഇട്ട സണ്ണിയുടെ ആ പ്രത്യേക കഴിവ് നിങ്ങൾ ആരും അഭിനന്ദിക്കാതെ പോകും. അങ്ങനെ 10 റൗണ്ടും കഴിഞ്ഞു. എന്തോ പ്രതീക്ഷിച്ച പോലെ അത്ര കളിക്കാൻ പറ്റിയില്ല. എന്തായാലും ബിബിനായിരുന്നു വിന്നർ. അപ്പൊ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.